എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 3 തവണ ഞാൻ പ്രഗ്നൻ്റ് ആയി, 3 പ്രാവശ്യം അബോഷനായി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അബോഷന് റീസൺസ് ഒന്നും ഡോക്ടേഴ്സ് പറഞ്ഞില്ല. അവർ എല്ലാ ടെസ്റ്റുകൾ ചെയ്തപ്പോഴും എല്ലാം നോർമൽ ആണെന്നാണ് പറഞ്ഞത്. 3ാമത്തെ അബോഷന് ശേഷം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ കൃപാസന ആൾത്താരിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. അങ്ങനെ ഞാൻ ലാസ്റ്റ് സെപ്റ്റംബർ 30-നാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ആ ദിവസം ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. ലാസ്റ്റ് മെയ് 24-ന് ഞങ്ങൾക്ക് മാതാവ് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. കൂടാതെ ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ OIT എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. OIT എക്സാം പാസ്സാകുന്നതിനും UK രജിസ്റ്റേഡ് നഴ്സായി വർക്ക് ചെയ്യുന്നതിനും മാതാവിനെ സഹായിച്ചു. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ UK ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ അത് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിന്. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി റിക്വസ്റ്റ് ചെയ്തു ഞാൻ കോഴ്സ് സ്കിപ്പ് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ യൂണിവേഴ്സിറ്റി അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതിനുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം ഹോസ്പിറ്റലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലും അത് ആ കോഴ്സ് സ്കിപ്പ് ചെയ്യുന്നതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രഗ്നൻസി ടൈമിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. മാതാവിനെ പാസ്സാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ലാസ്റ്റ് മന്തിൽ അതിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് എല്ലാ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിനും പാസ്സാകുന്നതിനും മാതാവിനെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് ദുഃഖങ്ങൾ വന്നാലും ഞങ്ങൾ മാതാവിനോട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കും. അങ്ങനെ മാതാവ് എല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ നടത്തി തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾ തന്നതിനും മാതാവിന് കോടാനുകോടി നന്ദി.